ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ മുഴുവനും പോലീസിനെ കുറിച്ചുള്ള പരിഹാസങ്ങളാണ്. പച്ചക്കറി മൊത്ത വ്യാപാരക്കടയിൽ നിന്ന് മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ പിരിച്ചുവിട്ടു. മരം മുറിച്ച് കടത്തിയവർക്കും സ്വർണം കടത്തിയവർക്കുമെതിരെ നടപടിയില്ല. ഇങ്ങനെ പോകുന്നു പോലീസ് സേനയിലെ നിലവിലെ പ്രശ്നങ്ങളെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പുകളും ചർച്ചകളും. ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന ADGP അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നതിനെതിരെയാണ് വിമർശനം മുഴുവൻ. ഒരു മുൻ SP ഒരു ചാനൽ ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുന്ന വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. തേക്കും മഹാഗണിയും വെട്ടിയയാൾ ഇപ്പോഴും സർവീസിൽ തുടരുന്നു. ഏതാണ് വലിയ കുറ്റമെന്നായിരുന്നു ആ മുൻ SP-യുടെ വിമർശനം. മരം മുറിച്ച് കടത്തിയെന്ന ആരോപണം നേരിടുന്ന മുൻ മലപ്പുറം SP സുജിത് ദാസിനെതിരെയായിരുന്നു ആക്ഷേപം മുഴുവൻ. പോലീസ് സേനയിൽ അഴിമതിക്കാരായ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് 2023 നടന്ന സംഭവമാണ് സർവീസിൽ നിന്നും വിരമിച്ച ഈ SP ചൂണ്ടിക്കാട്ടിയത്. പച്ചക്കറി മൊത്ത വ്യാപാര കടയിൽ നിന്ന് മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെയാണ് 2023 പിരിച്ചുവിട്ടത്. ഇടുക്കി AR ക്യാമ്പിലെ CPO കൂട്ടിക്കൽ പുതുപ്പറമ്പിൽ PV ഷഹാബിനെ അന്വേഷണ വിധേയമായി പിരിച്ചുവിട്ടിരുന്നു. 2022 സെപ്റ്റംബർ 30 പുലർച്ചെ 4 മണിക്കായിരുന്നു സംഭവം. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിലെ മൊത്ത വ്യാപാര പച്ചക്കറി കടയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന പെട്ടിയിൽ നിന്ന് മാങ്ങ മോഷ്ടിച്ചെന്നായിരുന്നു കേസ്. കോട്ടയത്ത് നിന്ന് ജോലി കഴിഞ്ഞെത്തിയ ഷിഹാബ് മാങ്ങ പെറുക്കി സ്കൂട്ടറിൻ്റെ ഡിക്കിയിലിടുന്നത് കടയിലെ CCTV-യിൽ പതിഞ്ഞിരുന്നു. കടയുടമ ഈ ദൃശ്യമടക്കം നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഇതേ തുടർന്ന് ഷിഹാബിനെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് കടയുടമ പരാതി പിൻവലിച്ചു. ഒത്തുതീർപ്പാക്കാനുള്ള അപേക്ഷ അംഗീകരിച്ച് കോടതി കേസ് തീർപ്പാക്കി. പക്ഷേ പോലീസിൻ്റെ സൽപ്പേരിന് കളങ്കം ആയി എന്നാരോപിച്ച് ഇയാളെ പിരിച്ചുവിടാൻ SP ആഭ്യന്തര വകുപ്പിന് ശുപാർശ ചെയ്തു. 2023 ഏപ്രിൽ 23 സർവീസിൽ നിന്നും ഇയാളെ പിരിച്ചുവിട്ടു. പല ഉദ്യോഗസ്ഥർക്ക് പല നീതി എന്ന തരത്തിലാണ് വിമർശനം മുഴുവൻ. ADGP അജിത് കുമാറിനെ ഇനിയും പിണറായി സർക്കാർ സംരക്ഷിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഇയാളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ആരോപണം നേരിട്ട ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല.